ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചൊരു ഐറ്റമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ബ്രെഡ് ഉപ്പുമാവെന്നോ സ്നാക്സെന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാതെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, വൈകിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിന്ന് ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ അതും കുഴപ്പമില്ല, അതും യൂസ് ചെയ്യാം. പിന്നെ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. സവാള, ക്യാരറ്റ്, തക്കാളി, 2 ക്യാപ്സിക്കം ചെറുത്, പിന്നെ ഒരു പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ എടുക്കാം. എൻ്റെ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ മുട്ട, ഒരു 2-3 മുട്ടയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഉപ്പൊഴിച്ച് നല്ലതായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്യാൻ പോണേ. ഞാൻ പാനിൽ ചൂടാക്കുക കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നല്ലതായിട്ട് ബ്രൗണിഷ് കളറിൽ മൂപ്പിച്ചെടുക്കുവാണ്. ടോസ്റ്റർ ഉണ്ടെങ്കിൽ ടോസ്റ്ററിൽ ചെയ്യാം. ഞാനിപ്പോൾ പാനിൽ തന്നെ ചെയ്യുവാണ്. ബ്രെഡ് ഞാൻ ഇതുപോലെ നല്ലതായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. എല്ലാ ബ്രെഡും നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഉപ്പിട്ട് അടിച്ച് വെച്ചേക്കുന്ന മുട്ട ഉണ്ടല്ലോ, അത് ഞാൻ പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് ചിക്കിയെടുക്കാം, തോരൻ പോലെ. അതിൽ പിന്നെ ഞാൻ മിക്സ്ഡ് ഹെർബിൻ്റെ മസാലയും കൂടി ചെറുതായിട്ട് ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി. അപ്പോൾ കുരുമുളക് പൊടിയാണെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ആ മിക്സ്ഡ് ഹെർബിൻ്റെ മസാലയാണ് ചേർക്കുന്നത്. മുട്ട നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അത് മാറ്റി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ആദ്യം ഇട്ട് കൊടുത്തു. അതിൽ കുറച്ച് ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള വെജിറ്റബിളും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വെജിറ്റബിൾ വേവണ്ട, നമുക്കൊരു ഹാഫ് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഞാനാണെങ്കിൽ വെജിറ്റബിളിന് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം വെന്തിട്ടുണ്ടോ എന്ന്. ഒരുപാട് ഒത്തിരി വെന്ത് പോകണ്ട, ഹാഫ് വെന്താൽ മതിയേ. എന്നിട്ട് അതിനകത്ത് കുറച്ച് നമുക്ക് മസാല ചേർക്കാനുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാവേ. ആദ്യം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. വെജിറ്റബിൾ പകുതി വെന്തിട്ടുണ്ട്. ഞാൻ അതിലോട്ടിനി കുറച്ച് മസാല, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് മസാലയുള്ളൂ. മഞ്ഞൾപ്പൊടി ആദ്യം ചേർക്കുക, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഞാൻ ഇതിനകത്ത് സീക്രട്ട് മസാല എന്ന് പറയുന്ന സംഭവം മാഗി മസാലയാണ്. അതിട്ടാലേ ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് മാഗി മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാലയും ചേർക്കാം, അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് വരുന്നത്. പക്ഷെ മാഗി മസാല ഇടുമ്പോൾ വേറൊരു ഫ്ലേവറാണ് വരുന്നത് കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ മസാല പിടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. ഒത്തിരി ഒന്നുമില്ല, ഒരു 2-3 തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാം. മസാല എല്ലാം ഉള്ളിയിലും അതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മുട്ടയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ.
അതിനുശേഷം ലാസ്റ്റിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ബ്രെഡും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് എനിക്ക് കമൻറ്റ് ഇടണം എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇനിയിപ്പം മുട്ട ഇഷ്ടമല്ലെങ്കിൽ മുട്ട നമുക്ക് അവോയ്ഡ് ചെയ്യാം, ബാക്കി വെജിറ്റബിൾസ്. പക്ഷേ മാഗി മസാല ആഡ് ചെയ്യണം കേട്ടോ, എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളേ. അങ്ങനെ നമ്മുടെ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ മസാലയെന്നോ ഉപ്പുമാവെന്നോ പറയുന്ന സംഭവം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ